കേവലം 40 ആയത്ത് മാത്രമുള്ള, അതും ചെറിയ ചെറിയ ആയത്തുകൾ മാത്രമുള്ള പരിശുദ്ധ ഖുർആനിലെ ഒരു അത്ഭുത സൂറത്ത്. ഈ സൂറത്ത് നിരന്തരം പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും എത്ര മനോഹരമായിട്ടാണ് അത് പഠിപ്പിച്ചു തരുന്നത്. ഏതാണ് ആ സൂറത്ത് എന്നൊന്ന് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഹജ്ജിൻ്റെ മാസമൊക്കെ കടന്നു വരികയാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പുണ്യഭൂമിയിൽ ഒന്ന് എത്തണമെന്നും ഒന്ന് ഹജ്ജ് നിർവഹിക്കണമെന്നൊക്കെ. പക്ഷേ സാമ്പത്തികമായി നമ്മൾ പിന്നോട്ടാണ്, അതുകൊണ്ട് തന്നെ പോകാനുള്ള കഴിവില്ല. പക്ഷേ യജമാനനായ റബ്ബിൻ്റെ മുമ്പിൽ സമ്പത്തൊന്നും ഒരു വിഷയമല്ലല്ലോ. എത്രയോ ആളുകളെ സമ്പത്തൊന്നും ഇല്ലാതെ അവിടെ എത്തിച്ചവനാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ നമുക്കും അവിടെ എത്താൻ റബ്ബിൻ്റെ കനിവ് മതി. പക്ഷേ അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഏതാണ് ആ മാർഗം? അതിനുള്ളൊരു എളുപ്പമാർഗം മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹജ്ജിന് ഉടനെ അടുത്ത വർഷങ്ങളിൽ തന്നെ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായി കേട്ടു നോക്കുക. അള്ളാഹു നമ്മെ ആ പുണ്യഭൂമിയിൽ എത്തിച്ചു തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ അള്ളാഹു മാപ്പ് ചെയ്യട്ടെ. അല്ലദ്കാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. സുദീർഘമായി പറയുന്നില്ല. ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നീ ഖൈർ നൽകണേ അള്ളാഹ്. എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേ റഹ്മാനെ. എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരങ്ങൾ, ഒരുപാട് ആളുകൾ ആഗ്രഹം പറഞ്ഞതാണ് പരിശുദ്ധ മക്കത്തൊന്ന് എത്തണമെന്ന്, ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് കിട്ടണം, ദുആ ഇറക്കണമെന്ന്. അള്ളാഹു നമ്മളൊക്കെ ആ പുണ്യഭൂമിയിൽ എത്തിച്ചേരുമാറാകട്ടെ. മുത്തുനബി തങ്ങളുടെ ഹദറത്തിലെത്താൻ, കഅബാലയത്തിൻ്റെ ഓരത്തെത്താൻ, പരിശുദ്ധ കില്ല പിടിക്കാൻ, ആ റൗള ഷരീഫിൽ പോയി ദുആ ഇറക്കാൻ ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഞാനൊരു എളുപ്പമാർഗം പറഞ്ഞുതരാം കേട്ടോ. പരിശുദ്ധ ഖുർആനിലൊരു സൂറത്തുണ്ട്, ഒരു ചെറിയ സൂറത്ത്. ചെറിയ സൂറത്ത് എന്നാൽ കേവലം 40 ആയത്ത് മാത്രമേ ഉള്ളൂ. 40 ആയത്ത് എന്ന് കേൾക്കുമ്പോൾ വലിയ ആയത്താണ് തെറ്റിദ്ധരിക്കേണ്ട. ചെറിയ ചെറിയ ആയത്തുകൾ, കുഞ്ഞൻ ആയത്തുകളുള്ള ഒരു ചെറിയ സൂറത്ത്. ഈ ഒരു സൂറത്ത് നിരന്തരം പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീക്ക് കിട്ടും. ഹജ്ജ് ചെയ്തിട്ടല്ല അയാളെ മരിക്കൂല, ഹജ്ജ് ചെയ്തിട്ടേ അയാൾ മരിക്കുള്ളൂ. അപ്പോൾ നോക്കാലോചിച്ച് നോക്കാം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രതീക്ഷയായി നമ്മൾ കൊണ്ടുനടക്കുന്ന ഏറ്റവും വലിയൊരു ആഗ്രഹമല്ലേ, അങ്ങനെ ആ ആഗ്രഹം പൂവണിഞ്ഞിട്ടേ നമ്മൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുള്ളൂ. അത്ര ഉറപ്പോട് കൂടിയിട്ട് മഹാന്മാർ പഠിപ്പിച്ചു തന്നൊരു സൂറത്ത്. വേറെ സൂറത്തൊന്നുമല്ല. ഏതാണ് സൂറത്തെന്നറിയോ? പരിശുദ്ധ ഖുർആനിലെ 30 ജുസുകൾ. ഈ 30 ജുസിൻ്റെ അവസാനത്തെ ഒരു ജുസാണ്, അവസാനത്തെ 30ാമത്തെ ജുസുവിൻ്റെ ഫസ്റ്റ് സൂറത്ത്, തുടക്കത്തിലെ സൂറത്താണ് സൂറത്തുൻ നബഅ എന്ന് പറയും. നമ്മൾ അമ്മയതസഅലൂൻ എന്ന് കേട്ടിട്ടുണ്ടാവും, നമ്മളൊക്കെ പലപ്പോഴും ഓതുന്നവരായിരിക്കാം. ആ സൂറത്തിൻ്റെ ഫളാഇൽ സുബ്ഹാന റബ്ബി മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ളൊരു സൂറത്താണ്, മുത്തുനബി തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള സൂറത്താണ്. അതുമാത്രവുമല്ല, വളരെ ഗൗരവമുള്ളൊരു സൂറത്താണ്. ശയ്യബത്തിനി എന്ന് നബി തങ്ങൾ പറഞ്ഞു, എന്നെ ആ സൂറത്ത് നരപ്പിച്ചു കളഞ്ഞു എന്ന്. എന്നെ ആ സൂറത്ത് നരപ്പിച്ചു, അതായത് അതിനകത്ത് പറയുന്ന വിഷയങ്ങളുടെ ഗൗരവം കാരണം എൻ്റെ ശരീരത്തിൽ നര ബാധിച്ചു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ ശരീരത്തിൽ താടിയിലും മുടിയിലുമായി നരച്ച രോമങ്ങളുടെ എണ്ണം സ്വഹാബത്തിന് അറിയാമായിരുന്നു. നിശ്ചിതമായ കുറഞ്ഞ വിരലെണ്ണാവുന്ന രോമങ്ങളെ നരച്ചിട്ടുള്ളൂ. ആ രോമം നരയ്ക്കാൻ തന്നെ കാരണം ഈ സൂറത്തുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട സൂറത്താണ് സൂറത്തുൻ നബഅ. നോക്കുക, അത്ര ഗൗരവമുള്ളൊരു സൂറത്താണ്. ചെറിയ ഏറ്റവും ലാസ്റ്റത്തെ യൂസ് ചെറിയ ചെറിയ സൂറത്തുകളാണ് എന്ന് കരുതിയിട്ട് ഗൗരവമില്ലെന്നല്ല, അതിന് വലിയ ഗൗരവമുണ്ട്. മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ മഹത്വം ഇങ്ങനെ പറയുന്നുണ്ട്. സഖാഹുല്ലാഹു തആല ബർദ ശറാബി യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരാൾ മൻ ഖറഅ അമ്മ യതസാഅലൂൻ, ഈ അമ്മ യതസാഅലൂൻ എന്ന സൂറത്ത് നിരന്തരം പാരായണം ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, അമ്മ യതസാഅലൂൻ സൂറത്ത് എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ അള്ളാഹു അവനെ ഖിയാമത്ത് നാളിൽ എല്ലാ പ്രയാസങ്ങളിലും മുങ്ങി നിൽക്കുന്ന സമയത്ത് നല്ല പാനീയം കൊണ്ട് അള്ളാഹു അവനെ കുടിപ്പിക്കുക, അത് റിലാക്സ് ചെയ്യിപ്പിക്കുമെന്ന്. അള്ളാഹു അയാൾക്ക് സമാധാനം നൽകുമെന്ന്. ആ വെള്ളം, നല്ല ശുദ്ധമായ പാനീയം, ഏറ്റവും ബേജാറായി നിൽക്കുന്ന സമയമല്ലേ, ആ സമയത്ത് അള്ളാഹു ശുദ്ധമായ പാനീയം കൊണ്ട് അയാളെ രക്ഷപ്പെടുത്തും. അള്ളാഹു അയാൾക്ക് കുടിക്കാൻ കൊടുക്കും, അയാൾക്ക് അള്ളാഹു റിലാക്സ് നൽകും, സമാധാനം നൽകുന്നതാണ് എന്ന് ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇങ്ങനെ എത്രയോ ഹദീസുകൾ, മുത്തുനബി തങ്ങളുടെ ഹദീസുകളുടെ സമാഹാരം നോക്കിയാൽ, അവിടുത്തെ ഹദീസുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്താണ് തങ്ങളുടെ തലയിലും മുടിയിലും ഒക്കെ ഇങ്ങനെ നര കാണുന്നുണ്ടല്ലോ, ദുബൈക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നരച്ചിരിക്കുന്നത്? നബി തങ്ങൾ പറയാ, ശയ്യബത്തിനി, സിദ്ദീഖ് തങ്ങളെ എന്നെ നരപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഹൂദുൻ വൽ വാഖിഅത്തു വൽ മുർസലാത്തു വഅമ്മ യതസാഅലൂൻ. ഏതൊക്കെ സൂറത്ത്? സൂറത്തുൽ ഹൂദ്, അതുപോലെ സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുർസലാത്ത്, അതുപോലെ സൂറത്ത് അമ്മ യതസാഅലൂൻ, സൂറത്തുൻ നബഅ.
അതുപോലെ സൂറത്ത് ഇദശംസു കുവ്വിറത്, സൂറത്ത് തക്വീർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ചില സൂറത്തുകൾ എണ്ണി എണ്ണി പറഞ്ഞിട്ട് മുത്തനബി തങ്ങൾ പറയാം ഈ സൂറത്തുകളൊക്കെ കാരണമാണ് ഞാൻ നരച്ചത് എന്ന്. കാരണം അതിനകത്ത് പറയുന്ന വിഷയം അത്ര ഗൗരവമുണ്ട്. ഈ ഒരു സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ കിട്ടുന്ന ചില നേട്ടങ്ങൾ മാത്രം പറഞ്ഞുകൂടി ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. അതിൽ ഒന്നാമത്തെ നേട്ടം, നിരന്തരമായി സൂറത്ത് പാരായണം ചെയ്യുന്ന ആളുകൾ അവർ ഈ സൂറത്ത് ഓതിയിട്ട് റബ്ബിനോട് എന്തെങ്കിലും ചോദിച്ചാൽ ആ കാര്യം അള്ളാഹു നടത്തി കൊടുക്കുമെന്ന ഒന്നാമത്തെ കാര്യം. നിരന്തരമായി അള്ളാഹുവിനോട് എന്തെങ്കിലും ഒരു കാര്യം ഈ സൂറത്ത് ഓതിയിട്ട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആ കാര്യം സാധിപ്പിച്ചു. അതായത് ഖളാ ഉൽ ഹാജത്തിന് ഈ സൂറത്ത് നിരന്തരം പതിവാക്കുന്നവർക്ക് അള്ളാഹു തൗഫീഖ് കൊടുക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഉറക്കക്കുറവുള്ള ആളുകൾ, ടെൻഷനുള്ള ആളുകൾ, പ്രയാസമുള്ള ആളുകൾ ഇല്ലേ, ഒരു സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ ജീവിതം എങ്ങനെയൊക്കെയോ തള്ളി നീക്കി പോകുന്ന ആളുകളില്ലേ, അത്തരത്തിലുള്ള ആളുകൾക്ക് സമാധാനമായി ഉറങ്ങാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും ഈ ഒരു സൂറത്ത് നിരന്തരം പതിവാക്കുന്നത് നല്ലതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നുണ്ട്. സ്ഥിരമായി സൂറത്തു നബ പതിവാക്കുന്ന ആളുകളാണ് എങ്കിൽ അവർക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്, എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവണമെന്നല്ലേ ഇല്ലേ. കുറേ സമ്പത്ത് ഇങ്ങനെ വാരിക്കൂട്ടുക എന്നുള്ള ലക്ഷ്യമുണ്ടോ ആർക്കെങ്കിലും? ഈ സമ്പത്ത് ഇങ്ങനെ കൂടണം എന്ന് ആഗ്രഹിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? സമ്പത്ത് കുറേ ഉണ്ട് എങ്കിൽ കടങ്ങൾ ഉണ്ടാവൂല, നല്ല സ്വസ്ഥമുള്ള ഒരു ജീവിതം ഉണ്ടാവും. അത് തന്നെ അവിടെ ആഗ്രഹിക്കുന്ന സമാധാനമാണ്. അപ്പോൾ നമുക്കിനി സമ്പത്തില്ലെങ്കിലും സമാധാനമുണ്ട് എങ്കിൽ ആ ജീവിതത്തിനാണ് വലിയ ബറക്കത്തുള്ളത്, ആ ജീവിതത്തിനാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത്. അതുകൊണ്ട് അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്യുക? ജീവിതത്തിൽ സമാധാനം കിട്ടും, സ്വസ്ഥമായിട്ട് രാത്രി കിടന്നുറങ്ങാൻ കഴിയും, ടെൻഷനില്ലാതെ, പ്രയാസങ്ങളില്ലാതെ. ഇനി മൂന്നാമത്തെ, ഈ ഉറക്കത്തിൻ്റെ വിഷയത്തിൽ തന്നെ ദുസ്വപ്നം കാണുന്നതിന് തൊട്ട് അള്ളാഹു സലാമത്ത് നൽകും. ദുസ്വപ്നം കാണാൻ എന്ത് ചെയ്യുക? ദുസ്വപ്നം കാണൂല. ചില ആളുകളുണ്ട് രാത്രി ഞെട്ടി എഴുന്നേൽക്കുക, കരയുക, ബേജാറാകുക, പ്രയാസപ്പെടുക, ആവശ്യമില്ലാത്തതൊക്കെ സ്വപ്നം കാണുക ഇല്ലേ. അപ്പം അത്തരത്തിലുള്ളൊരു പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മക്കളെയും ഇത് ഓതാൻ എന്ത് ചെയ്യുക? ശീലിപ്പിക്കണം. നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓതാൻ പഠിച്ച മക്കളെ ഇത് ഓതാൻ ശീലിപ്പിക്കണം. ഇനി ഖുർആൻ ഓതാത്ത ചെറിയ മക്കളാണെങ്കിൽ, അറിയാത്ത മക്കളാണെങ്കിൽ നമ്മൾ ഓതിയിട്ട് അവരുടെ തലയിലേക്കൊന്ന് മന്ത്രിച്ചു കൊടുക്കണം. അവർക്കും എന്ത് ചെയ്യുക? ഈ ദുസ്വപ്നം കാണുന്ന, ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുന്ന അസുഖങ്ങളെ തൊട്ട് അള്ളാഹു സംരക്ഷണം നൽകും. മൂന്നാമത്തേതാണ്. നാലാമത്തെ ഒരു സംഗതി, കടബാധ്യത ഉള്ളവരാണെങ്കിൽ, കടങ്ങൾ പെരുത്ത ആളുകളാണെങ്കിൽ ആ കടങ്ങൾ തീർന്നു കിട്ടാൻ സൂറത്തു നബ പതിവാക്കൽ അള്ളാഹു അതിനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നതാണ്. അള്ളാഹു സമ്പത്തിൻ്റെ വഴികൾ തുറന്നു കൊടുക്കും, സമ്പാദ്യത്തിൻ്റെ വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കും. കാരണം ഇത് പറയുന്നുണ്ട്, അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ. റബ്ബു സമാവാത്തി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമികളുടെയും ഒക്കെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. വമാ ബൈനഹും, അതിനിടയിലുള്ള ഒന്നിൻ്റെയും, വമാ ഫീഹിൻ, അതിലുള്ള എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. അപ്പോൾ ഈ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ അധികാരപ്പെട്ടതാണ് എല്ലാം ഉള്ളത്. അപ്പോൾ സമ്പത്തും അള്ളാഹുവിനുള്ളതാണ്. ആ സമ്പാദ്യങ്ങളുടെ കലവർ അള്ളാഹു ആ മനുഷ്യന് തുറന്നു കൊടുക്കും. നാലാമത്തെ നേട്ടം അതാണ്. ഈ സൂറത്ത് പതിവാക്കുന്ന കേവലം 40 ആയത്ത് എല്ലാ ദിവസവും, കുറഞ്ഞ സമയം മതി. നിരന്തരം ഓതുന്ന ആളുകൾക്ക് 5 മിനിറ്റ് കൂടി ഓതി തീർക്കാൻ കഴിയും. അതുപോലെ തന്നെ അഞ്ചാമതായി പറയുന്നൊരു നേട്ടം കാണാം, അയാളുടെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി കൊടുക്കും. മരിക്കുന്ന സമയത്ത് സലാമത്തായി മരിക്കാൻ പറ്റും. ഒരു 5 കാര്യം ഞാൻ പറഞ്ഞു തന്നത്. ഈ ഒരു 5 കാര്യം, ഇതിനേക്കാൾ ഒരുപാട് പറയുന്നുണ്ട്, വിശദീകരിച്ച് മഹാന്മാർ കിതാബുകളിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഈ ഒരു 5 കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ കാര്യം ജീവിതത്തിൽ ആവശ്യമുള്ളതൊക്കെ, അതോടൊപ്പം ഞാൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയ ഹദീസിൽ കാണാം, നാളെ ഖിയാമത്ത് നാളിൻ്റെ സർവ്വ ഷെറുകളിൽ നിന്നും അയാൾക്കൊരു രക്ഷ കിട്ടും. അള്ളാഹു അയാളെ ഏറ്റെടുക്കുന്നു. അയാൾക്ക് സമാധാനം അള്ളാഹു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അയാളെ പ്രശ്നങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കൊണ്ട് മോചിപ്പിക്കും, സ്വസ്ഥത കൊടുക്കും, സമാധാനം കൊടുക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സൂറത്ത് നിരന്തരം പതിവാക്കാം. ഇനി മറ്റൊരു നേട്ടം പറഞ്ഞാൽ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയത്, ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, ആഗ്രഹമുണ്ട് പക്ഷേ നടക്കുമെന്നറിയില്ല ഇല്ലേ, പല വിഷമങ്ങളും പറയുന്ന ആളുകളുണ്ട്. ഒരു എളുപ്പമാർഗം പറഞ്ഞു തരുന്നുണ്ട് മഹാന്മാർ. സൂറത്തു നബ നിരന്തരമായി 1 വർഷം പാരായണം ചെയ്താൽ തൊട്ടടുത്ത വർഷം അയാൾ ഹജ്ജിനെത്തിയിരിക്കുന്ന, ഇതെൻ്റെ വകയായിട്ട് പറയല്ല, മഹത്തുക്കൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ വസ്തുത നമ്മെ പഠിപ്പിച്ചു തരികയാണ്. നിരന്തരമായി മുടങ്ങാതെ, ഇപ്പോൾ ഇന്ന് തുടങ്ങിയിട്ട് അടുത്തൊരു കൊല്ലം ഈ സമയം വരെ, അറബി ഡേറ്റ് അനുസരിച്ച് ഇന്നത്തെ സമയം വരെ നിരന്തരമായി എന്ത് ചെയ്യുക? സൂറത്തു നബ എല്ലാ ദിവസവും മുടങ്ങാതെ. നമ്മൾ തബാറക സൂറത്ത് ഓതുന്നുണ്ടാവും ഇല്ല, എല്ലാവരും തബാറക സൂറത്ത് ഓതുന്നവരുണ്ട്, യാസീൻ മുടങ്ങാതെ ഓതുന്നവരുണ്ട്, അതുപോലെ ഹദ്ദാദ് ചൊല്ലുന്നവരുണ്ട് മുടങ്ങാതെ, വാക്കിയ സൂറത്ത് ഓതുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 40 ആയത്ത് ഓതുക എന്നുള്ളതൊരു പ്രയാസമല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? എല്ലാ ദിവസവും മുടങ്ങാതെ ഏതെങ്കിലും ഒരു സമയത്ത്, പറ്റുന്നൊരു സമയത്ത് സൂറത്ത് നബ പതിവാക്കി കഴിഞ്ഞാൽ അയാൾക്ക് തൊട്ടടുത്ത വർഷം ഹജ്ജിന് പരിശുദ്ധമായ മക്കത്തെത്താൻ കഴിയുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു നമ്മയൊക്കെ എത്തിച്ചേരും. അവരുടെ ഒരു എളുപ്പമാർഗ്ഗമല്ലേ. അവിടെ സമ്പത്തൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ സമ്പത്തിന് വേണ്ടി മെനക്കേണ്ട, അള്ളാഹു അവിടെ എത്തിച്ചേരും. അതിനൊരു തെളിവ് പറഞ്ഞു തരട്ടെ. കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യയിൽ നിന്നും അവിടുത്തെ ഒരു കണക്ക് പുറപ്പെടുവിച്ചിരുന്നു. സൗദി അറേബ്യയിൽ മരണപ്പെട്ട ആളുകളുടെ ഒരു കണക്ക്, അതായത് ഹജ്ജിൻ്റെ ഇടയിൽ തിരക്കിലൊക്കെ പെട്ടു മരണപ്പെട്ട ആളുകളുടെ ഒരു കണക്ക്, ഏകദേശം 1000 സംതിങ് ആളുകൾ മരണപ്പെട്ടു ഇല്ലേ. അതിൽ
ബഹുഭൂരിഭാഗം ആളുകൾ, അതായത് 80% ആളുകൾ, മരണപ്പെട്ടതിൽ 80% ആളുകൾ അനധികൃത കുടിയേറ്റക്കാരായിരുന്നു എന്ന, അനധികൃത തീർത്ഥാടകരായിരുന്നു. അതായത് കൃത്യമായി പാസ്പോർട്ടില്ലാതെ, വിസയില്ലാതെ, അല്ലെങ്കിൽ അവിടേക്കുള്ള പ്രവേശനം കൃത്യമായി ലഭിക്കാതെ വന്ന ആളുകളായിരുന്നു. അവരെ അള്ളാഹു അവിടെ എത്തിച്ചതാണ്. അത്തരത്തിലുള്ള ആളുകൾ അവർ ചെയ്തത് എന്താണ്? റബ്ബ് സുബ്ഹാനഹു വ തആല അതിലേക്കുള്ള മാർഗം തുറന്നു കൊടുത്തതാണ്. ഏതൊക്കെയോ വഴിയിലൂടെ അള്ളാഹു അവിടെ എത്തിച്ചു. അവിടെ എത്താൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബ് അവിടെ എത്തിക്കും. അതിന് നമ്മുടെ പാസ്പോർട്ടോ നമ്മുടെ വിസയോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റോ അതൊന്നും ഒരു തടസ്സമേ അല്ല. ഉണ്ടായിരിക്കും, അതൊന്നും ഒരു വിഷയമല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല എത്തിക്കാൻ വിചാരിച്ചാൽ അവിടെ എത്തിയിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് ആത്മാർത്ഥമായ ഹൃദയത്തോടെ നല്ല കൽബോട് കൂടിയിട്ട് എന്ത് ചെയ്യുക? സൂറത്തുൻ നബഅ അമ്മ യതസാഅലൂൻ എന്ന സൂറത്ത് നിരന്തരം പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരല്പം ഒന്ന് ഞാൻ ഓതിത്തരാം ഇൻഷാ അല്ലാഹ്. മുഴുവനായി നമ്മൾ എന്ത് ചെയ്യുക? അത് ഓതി ശീലിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا. സദഖല്ലാഹുൽ അലീം. അള്ളാഹു പൂർണ്ണമായി ഓതാനും പഠിക്കാനും ഒക്കെ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ്. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.